എടാ വെൽക്കം ടു ദി വീഡിയോ. ഇന്ന് നമ്മൾ റൈറ്റ് എങ്ങനെ ചെയ്യും, അതുമാത്രമല്ല റൈറ്റും ലെഫ്റ്റും കോമ്പിനേഷൻ എങ്ങനെ ചെയ്യും, അതിനെ ഡിഫെൻഡ് എങ്ങനെ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ നമുക്ക് പഠിക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. എടാ നമ്മൾ ജാബ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗാർഡ് അപ്പ്. സോ നിങ്ങളൊരു കാര്യം അസ്യൂം ചെയ്യുക, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നത് 1, അതിൻ്റെ ഹെഡ് ലൈന് 2 ആൻഡ് റൈറ്റ് 3. സോ അങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്യുക. സോ എടാ നിങ്ങൾക്ക് കാണാം 1, 2, 3. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് മാതിരി നിങ്ങളുടെ പൊസിഷൻ വയ്ക്കുക. സോ അവിടെ നിന്നിട്ട് നിങ്ങളുടെ റൈറ്റ് ലെഗ് 4 എന്ന് പറയുന്ന പോയിന്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ദെൻ നിങ്ങൾ പിവേർട്ട് ചെയ്തുകൊണ്ട് തന്നെ പഞ്ചർ ചെയ്യുക. ഓക്കെ, ആ പിവേർട്ട് ചെയ്തുകൊണ്ട് വേണം പ്രോപ്പറായിട്ട് ആ ഷിഫ്റ്റിൽ ആ റൊട്ടേഷനിൽ നിങ്ങൾ പഞ്ചർ ചെയ്യണം. എന്നാലേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ റീച്ചും ആ പവറും എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളൂ. ദെൻ കം ബാക്ക്, പിന്നെ തിരിച്ച് നിങ്ങളുടെ 3 തന്നെ പോവുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും നോക്കി സോ ലൈക്ക് 3 നിന്നിട്ട് ഞാൻ 4 എടുത്ത് വെച്ചു, അവിടെ നിന്നിട്ട് ഞാൻ പിവേർട്ട് ചെയ്ത് പഞ്ച് ചെയ്തു, ദെൻ കം ബാക്ക്, ദെൻ ഗോ ബാക്ക്. അതേമാതിരി ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ വൃത്തിക്ക് ചെയ്ത് പഠിക്കുക. എടാ നമുക്കൊരു ഡെമോ നോക്കാം. ഫസ്റ്റ് ഞാൻ റൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗാർഡ് അപ്പ്, റൈറ്റ് ചെയ്തു. ഓക്കെ, തിരിച്ചു വന്നു. സോ ഞാൻ എന്തിനാണ് മൂവ് ചെയ്യേണ്ടത് ഞാൻ ഡെമോ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നോക്കാം. സോ ലെഫ്റ്റ് ചെയ്തേ, സി ആ പഞ്ച് ഞാൻ മിസ്സും ചെയ്തു. അടുത്ത പഞ്ചിന് വേണ്ടി ഞാൻ റൈറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ മൂവും ചെയ്തു. അവിടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ എൻ്റെ റൈറ്റ് ലെഗ് 3-ലും ഹെഡ് 2-ലും ലെഫ്റ്റ് ലെഗ് 1-ലുമാണ്. സോ ഞാൻ റൈറ്റ് എറിയാൻ വേണ്ടിയിട്ട് എൻ്റെ റൈറ്റ് ലെഗ് 3-ൽ നിന്നുള്ളത് 4 എടുത്ത് വെച്ചു. സോ അറ്റ് ദാറ്റ് ടൈം ഈ പഞ്ച് മിസ്സായിരിക്കുന്നു, എനിക്ക് ഈ പഞ്ച് കൊള്ളത്തില്ല. സോ അവിടെ നിന്നിട്ട് ഞാൻ പിവേർട്ട് ചെയ്ത് റൈറ്റ് എറിയുന്നു, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നു. ദെൻ കമ്മിങ് ബാക്ക് ആൻഡ് സ്റ്റെപ്പ് ബാക്ക്. ദാറ്റ്സ് ഇറ്റ്. അത് വെച്ച് ഫാസ്റ്റിന് ചെയ്യുമ്പോൾ ഗോ ബാക്ക്, ലെഫ്റ്റ് എറിഞ്ഞ് സോ പഞ്ച്, കം ബാക്ക്, ബാക്ക്. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ആളില്ലെങ്കിലും ആളുണ്ടെങ്കിലും നിങ്ങൾക്ക് സെയിം രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ആളില്ലെങ്കിൽ നിങ്ങളൊരു ഇമാജിനറി പേഴ്സൺ ഉണ്ട്, അവൻ എറിയുന്നു, ഞാൻ മിസ് ചെയ്യുന്നു, പഞ്ച് ചെയ്യുന്നു. ആളുണ്ടെങ്കിൽ അവന് ബോക്സിങ് അറിയണമെന്നോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്ത് വയ്ക്കാൻ പറയുക, അവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിറർ വെച്ചിട്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. ഓക്കെ എടാ, നമ്മളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കി. സോ ഇതെങ്ങനെ 1 ഗോയിൽ ചെയ്യാം. ഗാർഡ് അപ്പ് 1 and 2. റൈറ്റ് പഞ്ച് ചെയ്യുമ്പോൾ ഫുള്ള് പിവേർട്ട് ചെയ്യുക, ആ പിവേർട്ടിൻ്റെ കൂടെ പഞ്ച് പോവുക. ബാലൻസ്ഡ് ആയിരിക്കണം, കോറൊക്കെ എൻഗേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാൻ നോക്കുക. സോ ഗാർഡ് അപ്പ്, അഗെയിൻ പഞ്ച്, കം ബാക്ക്. സോ നമ്മളിപ്പോൾ ലെഫ്റ്റ് പഠിച്ചു, റൈറ്റ് പഠിച്ചു. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സോ ലെഫ്റ്റിനെ അല്ലെങ്കിൽ ജാബിനെ 1 എന്നും ക്രോസിനെ 2 എന്നും നമുക്ക് വയ്ക്കാം. സോ ഗാർഡ് അപ്പ്, നമ്മൾ എങ്ങനെയാണോ ജാബ് ചെയ്യേണ്ടത് സെയിം ജാബ് അല്ലെങ്കിൽ 1. സോ ദെൻ 2 ചെയ്യുമ്പോൾ ഈ ജാബ് അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് തിരിച്ചെടുക്കണം. സി 2 കണ്ടോ, ഞാനിത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഗാർഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ അതേസമയം റൈറ്റ് പഞ്ച് എറിയുകയും ചെയ്തു. ദെൻ ഇത് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം, സെയിം ഗോ ബാക്ക്. ദെൻ നമ്മൾ നേരത്തെ ജാബിന് വേണ്ടിയിട്ട് എടുത്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതും പുറകോട്ട് വയ്ക്കുക. സോ ഒന്ന് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റിന് ചെയ്ത് കാണിച്ചു തരാം. സോ 1, 2 ഗോ ബാക്ക്. സോ 1, 2 ഗോ ബാക്ക്. സോ ലാറ്ററൽ സൈഡിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സൈഡ് വ്യൂവിൽ നോക്കാം. ഗാർഡ് അപ്പ്. സോ 1, 2 ഗോ ബാക്ക്. സോ 1, 2 ഗോ ബാക്ക്. മനസ്സിലായോ? എടാ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. സോ മാക്സിമം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ സ്കില്ല് മാസ്റ്റർ ചെയ്തതിന് ശേഷം ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കുക. സഡനായിട്ട് ചെയ്ത് 2 ദിവസം പ്രാക്ടീസ് ചെയ്തു, ഞാൻ 3ാമത്തെ ദിവസം തൊട്ട് ഓക്കെ റൈറ്റ് ഇങ്ങനെ സ്പീഡിന് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ടെക്നിക്ക് പഠിക്കുന്നത് തെറ്റായിരിക്കും. നിങ്ങളല്ലെങ്കിൽ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് തെറ്റായിട്ടേ വരത്തുള്ളൂ. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് തോന്നി, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, ഞാനിപ്പോൾ ചെയ്തത് നല്ലതാണ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കുകയോ കണ്ണാടി നോക്കി ചെയ്യുകയോ ഇങ്ങനെയെല്ലാം ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ലെവലിലോട്ട് പോവുക കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.